Good morning. Morning. Good morning. Okay. നിന്റെ ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നില്ലല്ലോ. വീഡിയോ കണ്ടോ ഇന്നലത്തെ? വീഡിയോ കണ്ടു. ചെയ്തായിരുന്നോ? അതാ നമ്മൾ JSON ഫയലില് ടെസ്റ്റ് ഡേറ്റ ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ. അവിടം വരെ ചെയ്തു. ഓക്കെ. അതുവരെ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. സ്നേഹ ചെയ്തോ? ഹലോ. സോറി കേട്ടില്ല. ജോയിൻ ചെയ്തോ എന്താ പറഞ്ഞേ? ആ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലത്തെ വീഡിയോ വരെ കംപ്ലീറ്റ് ചെയ്തോ? വീഡിയോ നോക്കി. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ? നോക്കല്ല, വീഡിയോ ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ. എന്ത് പറ്റി? ഞാൻ ജസ്റ്റ് ഇന്നലെ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളത്. അതപ്പോൾ ഒപ്പം എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ, ഡൗട്ട് ക്ലിയർ ആവില്ലല്ലോ. ചെയ്ത് നോക്കണേ. ചെയ്തു. ഓക്കെ. എന്നാൽ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നലെ ജെയ്സന്റെ എററിലാണ് നിന്നുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ. ലിൻഡയ്ക്കും ഈ സെയിം ഇഷ്യൂ അല്ലേ വന്നോ? ഓക്കെ. അതെ. ഓക്കെ, നമുക്ക് ഈ ഡാറ്റ മീൻസ് ഓക്കെ, ഇതിന് ഞാൻ കമന്റ് ചെയ്തിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലടാ, ജെയ്സൺ സ്ട്രിങ്ങിഫൈ ഡാറ്റ ഇത് മാറ്റിയിട്ട് ഡാറ്റ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തായിരുന്നോ? ഡാറ്റ ഒന്ന് നോക്കൂ. ഓക്കെ, എത്രയുള്ളൂ? ഇതെന്ന് വെച്ചാൽ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന നെയിമാടാ. ഇന്നലെ അത് വേറെ എന്തോ നെയിം അല്ലേ ഉണ്ടായിരുന്നത്? ടെസ്റ്റ് ഡാറ്റ. ടെസ്റ്റ് ഡേറ്റ. ആ ഒരു ഡാറ്റ നെയിമാണ് നമ്മൾ കൊടുക്കുന്ന നെയിമാ. ഇപ്പൊ നമ്മള് മറ്റേ എന്താ കൊടുത്തേക്കുന്നത്, ഈ ലോഗിൻ പേജ്, പ്രൊഡക്റ്റ് പേജ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ലേ? അതൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഷോർട്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ ഇതിന് നമുക്ക് ഡാറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കിയേ. ഡാറ്റ ഡോട്ട് യൂസർ നെയിം റീഡിങ് അൺഡിഫൈൻഡ് യൂസർ നെയിം. യൂസർ നെയിം കറക്റ്റ് സ്പെല്ലിംഗ് അല്ലടാ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇതല്ലേ? ജെയ്സൺ ഫോൾഡറിലാണ് എടുക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഇത് അറേന്ന് മാറ്റാൻ പറഞ്ഞിട്ടില്ലായിരുന്നു? അറേന്ന് മാറ്റിയിട്ടല്ല, ഇങ്ങനെ ജസ്റ്റ് കേളി ബ്രേക്സ് മാത്രം. ഒരു സിംഗിൾ ഡാറ്റ അല്ലേ നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ മതി. മൾട്ടിപ്പിൾ ഡാറ്റ ലൂപ്പ് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അത് അറേയിൽ കൊടുത്താൽ മതിയായിരിക്കും. ഇത് നോക്കട്ടെ, യൂസർ നെയിം കറക്റ്റ് ആണ്.
നോക്കട്ടെ കേട്ടോ. ഉം. നമ്മൾ ഈ ഡാറ്റ ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ നെയിം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല ഇല്ല. ഈ ഡാറ്റ ഞാനൊന്ന് ഓവർ ചെയ്തേടാ. ഡാറ്റ ഇമ്പോർട്ട് ഡാറ്റ. ഓക്കെ, ജേസൺ ആണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഡാറ്റ കറക്റ്റാണ്, പക്ഷെ അതിനകത്തുനിന്ന് പാസ്വേഡാണ് വരാത്തത്. മീൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ഈ കോപ്പി പ്രോംപ്റ്റ് നോക്കാം. കോപ്പി പ്രോംപ്റ്റ് ഈ ഒരു HTML റിപ്പോർട്ട് ഇല്ലടാ, നമ്മുടെ HTML റിപ്പോർട്ട് എടുത്ത് ഇതാണോ? HTML റിപ്പോർട്ടിൽ നമ്മുടെ പ്ലെയറൈറ്റിൻ്റെ തന്നെ ഒരു ഇൻബിൽറ്റ് ഫീച്ചറാണ് കോപ്പി പ്രോംപ്റ്റ്. അതൊരു AI ഫീച്ചറാണ്. മീൻസ് ഈ കോപ്പി പ്രോംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ എറേഴ്സും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു, ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ പ്രോംപ്റ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ സെർച്ച് ചെയ്യാറില്ല, ബ്രൗസ് ചെയ്യാറില്ല നമ്മൾ തന്നെ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽ പ്രോംപ്റ്റ് നമുക്ക് തന്നെ എന്താണോ നമ്മുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ പ്രോംപ്റ്റിനകത്ത് ഉണ്ടാവും. കോപ്പി പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്തിടാം. കോപ്പി ഓക്കെ. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം എവിടെ വേണമെങ്കിലും. ChatGPT, കോപൈലറ്റ്, ജെമിനി, ഇതിങ്ങനെ ഏത് AI ടൂൾസിൽ വേണമെങ്കിലും ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അക്യുറേറ്റ് ആയിരിക്കും. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു AI ടൂൾ എടുക്കുമോ, ഇന്ന ടൂൾ എടുക്കണമെന്നില്ല. ChatGPT ഇല്ല. ബ്രൗസറിൽ എടുത്താൽ മതിയോ? ബ്രൗസറിൽ എടുത്താലും മതി. ജെമിനി, കോപൈലറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അതിന്, നമ്മുടെ ടെസ്റ്റിനെ കുറിച്ചിട്ട്. ഏത് ലെവലിലാണ്, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. നമുക്കാണെങ്കിൽ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നോക്കാം. ഡാറ്റ ഈസ് ഇമ്പോർട്ട് റൈറ്റ് ഫെയിലിയർ. JSON does not export the name, exports the exporter default. റേസസ് വേണ്ട. ഒരു വേരിയബിളിൽ കൊടുത്തിട്ട് അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. എടാ, ഇതിൽ ചെയ്തേക്കുന്ന പോലെ ഒരു വേരിയബിൾ നെയിമിലേക്ക് കൊടുക്കുക. ജേസണിനെ മൊത്തം ഡാറ്റേനെ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുക്കുക. ഓക്കെ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു പ്രൈസസും കൂടെ ഇല്ലേ, അതിനൊരു പ്രൈസസിനകത്ത് ഇടും. മൊത്തത്തിൽ ഓക്കെ. ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് ഡാറ്റ എന്നുള്ള പേരിൽ തന്നെയാണ്, കുഴപ്പമില്ല, അത് മാറ്റണ്ട. ഓക്കെ, ഓൾറെഡി ഡാറ്റ എന്നുള്ള പേരിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ യൂസർ നെയിം വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് ഇവിടെ താഴത്തെ ഡാറ്റയിലൊന്ന് ഓവർ ചെയ്ത് താഴത്തെ. ഓക്കെ ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് റൺ ചെയ്തിടാം.
യെസ്. അത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ലിൻഡ് ചെയ്തോ? ലിൻഡയ്ക്ക് കിട്ടിയോ? നമ്മൾ ആ പ്ലേസ് ഓർഡർ ഡേറ്റ അവിടെ എന്തായിരുന്നു ചേഞ്ച് ചെയ്യേണ്ടത്? ജസ്റ്റ് അതിന് മൊത്തം ഒബ്ജക്റ്റിന് ഒരു പേര് കൊടുത്തു. ഓക്കെ. ആ അപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പേര് എന്താ, ഡാറ്റ എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ. ആ ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കുക, എന്നിട്ട് അതിനൊരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് ഇട്ടു. ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ വേറൊരു ഒബ്ജക്റ്റ് പോലെ ഓക്കെ. ഇത്രേ ഓക്കെ. ചെയ്തുള്ളൂ, ആ ബാക്കിയെല്ലാം സെയിമാണ്. അപ്പം ഈ സ്പെക് ഡോട്ട് ജെഎസിൽ നമ്മളപ്പോ എങ്ങനെ ഈ ഡേറ്റ ഡോട്ട് യൂസർ നെയിം ഡോട്ട് പാസ്വേഡ് അങ്ങനെ വിളിച്ചാൽ മതിയോ? അങ്ങനെ വിളിച്ചാൽ മതി. ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിച്ചു കൊടുത്തേടാ ദേവി. ഇമ്പോർട്ട് ചെയ്തിടണം. ഇമ്പോർട്ട് ചെയ്ത വേരിയബിളിനെയാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഇമ്പോർട്ട് അപ്പൊ ഇവിടെ ഡേറ്റ എന്ന് പറയുന്നതും നമ്മുടെ ജെയ്സൺ ഡോട്ട് ജെയ്സൺ ഫയലിലുള്ള അത് രണ്ടും ഒബ്ജക്റ്റ് രണ്ടും സെയിം ആയിരിക്കണം. സെയിം ആയിരിക്കണമെന്നില്ല. ഇത് എന്ത് നെയിം, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഇമ്പോർട്ട് ടെസ്റ്റ്, അപ്പോൾ ആ നെയിം ഡോട്ട് വേണം വിളിക്കാൻ. ഇപ്പോൾ ദേവി ഓൾറെഡി ഡാറ്റ കൊടുത്തോണ്ടാണ് അത് അങ്ങനെ തന്നെ നടന്നത്. ഓക്കെ. നോക്കട്ടെ. കഴിഞ്ഞിട്ട് പറയണേ. ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്തു. കാണാം. അതായത് ഈ ജെയ്സൺ ഇവിടെ ടെസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇത് വെച്ചാണ് ഇവിടെ എല്ലാം വിളിച്ചത്. ഓവർ ചെയ്തേടാ അതിന് ആ ടെസ്റ്റ് ഡാറ്റനെ. ഓക്കെ, പാസ്വേഡ് പ്രോപ്പർട്ടി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പം എനിക്ക് കാണിക്കാവേ. യൂസർ നെയിം എടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. പക്ഷേ ഈ പാസ്വേഡ് എന്ന് പറയുന്നത് എനിക്ക് സ്പെല്ലിങ് നമ്മുടെ ജെയ്സണിൽ കൊടുത്തേക്കുന്നത് സീക്രട്ട് ഫോഴ്സ് എന്നാ കൊടുത്തേ. ഇങ്ങനത്തെയാണോ ഒന്ന് നോക്കി. അവിടുന്ന് കോപ്പി ചെയ്ത. പിന്നെ കുഴപ്പമില്ല. സീക്രട്ട് പാസ്വേഡ് എടുത്തില്ല. പാസ്വേഡ് കൊടുത്ത് നോക്കട്ടെ. നമ്മുടെ സ്പെക് ഫയൽ എടുത്തേടാ. ഓക്കെ. ആ പാസ്വേഡിനൊന്ന് ഹോവർ ചെയ്ത് ടെസ്റ്റ്. ഓക്കെ, പാസ്വേഡ് സ്ട്രിങ് ആയി കാണുന്നുണ്ട്. കറക്റ്റ് ആണ് നോക്കട്ടെ കേട്ടോ. ഇവിടെ ഞാൻ യൂസർ നെയിം പാസ്വേഡ് രണ്ടും. WD അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയില്ല. അതായത് നമ്മൾ ഈ ജെയ്സൺ ഫയലില് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഒബ്ജക്റ്റിനെ എടുക്കുന്നുണ്ടായിരുന്നില്ല. നോർമലി സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുത്താൽ കുഴപ്പമില്ല, നെയിം ഇല്ലാതെ. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് അത് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊരു പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് ആ പേരിനെ ഇങ്ങനെ പേര് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫയൽ സ്പെക് ഫയലിനകത്ത് ഈ ഡാറ്റേനെ ഇമ്പോർട്ട് ചെയ്തു. അതായത് ഈ ഒബ്ജക്റ്റിനെ ഇമ്പോർട്ട് ചെയ്തു. സെയിം നെയിം കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം അതൊരു ഒബ്ജക്റ്റ് ആക്കി എടുത്തു, അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ നോർമലി ക്രിയേറ്റിംഗ് പ്ലേസസ് സെറ്റാ കൊടുത്തത്. അപ്പം അതിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പൊ ഇവിടെ നമ്മള് ഡേറ്റ എന്ന് പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുക്കാം. അപ്പൊ ഇതാണ് എന്റെ ഒബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ടെസ്റ്റ് ഡാറ്റ. ഈ ടെസ്റ്റ് ഡാറ്റയാണ് എന്ത് ചെയ്തേക്കുന്നത്,
ഡാറ്റയിലുള്ള വേരിയബിൾസ് എല്ലാം ഈ ടെസ്റ്റ് ഡാറ്റയിൽ ഇപ്പം ഉണ്ടാവും. ഇനി സെയിം സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. അല്ല, ടെസ്റ്റ് ഡാറ്റനെ ഓവർ ചെയ്തേടാ, താഴെ വന്നിട്ട് അതിനകത്ത് കാണുന്നില്ലല്ലോ വോട്ട് ടെസ്റ്റ് ഡാറ്റ. ഇല്ലല്ലോ, ഇപ്പൊ വന്നില്ലല്ലോ. പക്ഷെ അത് സെയിം നെയിം കൊടുക്കണം എന്നില്ല. ഇപ്പൊ നമ്മള് നേരത്തെ പ്രോംപ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും ChatGPT-യിലാണെങ്കിലും രണ്ടും ഡിഫറെന്റ് നെയിം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം നെയിം തന്നെ കൊടുക്കണം എന്നില്ല. ഇമ്പോർട്ട് ടെസ്റ്റ് ഡാറ്റ. ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ നമ്മുടെ JSON ഫയല് ഡാറ്റയാക്കി, JSON ഫയല് ഡാറ്റ നമുക്ക് ഓക്കെ. എന്നിട്ട് സേവ് ചെയ്തോ. ഓട്ടോ സേവ് ആണോടാ? ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ സ്പെക് ഫയൽ എടുക്കുക. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത്. വെയിറ്റിംഗ് ആണ്. ഓവർ ചെയ്യുമ്പോൾ വരുന്നില്ല. നേരത്തെ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോക്കാം. ഓക്കെ, സെയിം. ദേവി നേരത്തെ എടുത്ത ഒരു കോഡില്ലേ, അല്ല നേരത്തെ കോപ്പി പ്രോംപ്റ്റ് ചെയ്തൊരു ഇതില്ലേ, ആ സ്ക്രീൻ ഒന്ന് കാണിച്ചാണ്. അതിനകത്ത് രണ്ടും ഡിഫറെന്റ് ആയിരുന്നില്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്? സെയിം തന്നെയായിരുന്നോ ആദ്യം കൊടുത്തതിനകത്ത്? അതല്ലടാ, കോപ്പി ചെയ്തതല്ല. അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ലേ? ChatGPT ഒരു സൊല്യൂഷൻ തന്നില്ലേ? ഓക്കെ, അതിനകത്ത് രണ്ടും സെയിം, ടെസ്റ്റ് ഡാറ്റയും ഇതും സെയിം ആയിരുന്നു. ഓക്കെ 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 ഓക്കെ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അതെന്താ ഇഷ്യൂ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം, രണ്ടും സെയിം ടെസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മള് യൂസ് ചെയ്യാനായിട്ട് ഇവര് ടെസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ അല്ലേ കൊടുത്തിരിക്കുന്നത്? ഇത് ഡേറ്റ, ഇത് ടെസ്റ്റ് ഡേറ്റ അല്ലേ? സെയിം നെയിം ആകുന്നില്ലല്ലോ. സെയിം നെയിം അല്ലല്ലോ അതിനകത്ത്. ഞാൻ സെയിം ആക്കിയപ്പോൾ ഹോവർ ചെയ്തപ്പോ എനിക്കിത് കിട്ടിയത്. സെയിം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതെന്ത് പറ്റിയെന്ന് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഇനിയിപ്പോ അത് നോക്കിയിരിക്കണ്ട. ഓക്കെ, ഇനി നമ്മളിപ്പോ ഒറ്റ ഡാറ്റയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റാസ് ചെയ്യാം. മൾട്ടിപ്പിൾ ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ഡാറ്റയും കൂടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിടാം. വീണ്ടും ഒരു ഡാറ്റയും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തിടാം. കോമ ഇട്ടിട്ട് കൊടുക്കണേ. അപ്പോൾ ടെസ്റ്റ് ഡാറ്റ എന്നുള്ളതിൻ്റെ പേര് അപ്പൊ ഇത് ഫുൾ വേണം. അത് ഫുള്ള് വേണം, അത് ഫുള്ള് കോപ്പി ചെയ്യണം. ഇതിന് സെയിം നെയിം ടെസ്റ്റ് ഡാറ്റ 1 എന്നോ 1 2 എന്ന് കൊടുത്തേക്കണം. അപ്പോൾ അത് വർക്കാവുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ടെസ്റ്റ് ഡാറ്റ 2. ഓക്കെ, ഇനി ഇതിനെ മൊത്തത്തിൽ ഒരു അറേ ഫോർമാറ്റിൽ ഇടുമോ? JSON അറേ ഫോർമാറ്റിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ JSON അറേ. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ അറേനെ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റെപ്പില്ലേ, ആദ്യം സ്ട്രിങ് ആക്കി മാറ്റണം, പിന്നെ വീണ്ടും ഒബ്ജക്റ്റ് ആക്കി മാറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇന്നലെ ഒരു എന്തായിരുന്നു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ലൈൻ ഓഫ് കോഡ്. ഇതല്ലേ? അത് അൺകമന്റ് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ.
ഓക്കെ, അത് അൺകമൻറ്റ് ചെയ്തിട്ടേക്ക്. ഓക്കെ, നമുക്ക് ഓക്കെ നമ്മുടെ ടെസ്റ്റ് ഡാറ്റയിലേക്ക് വന്നേടാ, ജെയ്സൺ ഫയലിലേക്ക് വന്ന് ഇതിനകത്ത് ഇനി നമുക്ക് ആ ടെസ്റ്റ് നെയിം കൊടുക്കണ്ട, ഓരോന്നിനും സെപ്പറേറ്റ് നെയിം കൊടുക്കാതെ ചെയ്ത് നോക്കാം. വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെയാണ്. ആ ഒരു ബ്രേസസും വേണ്ട അപ്പോൾ. ഓക്കെ, ആ ബ്രേസസിൻ്റെ ക്ലോസിങ് ഒരു എൻഡിൽ ഒരു എക്സ്ട്രാ ബ്രേസസ് ഉണ്ട് എൻഡിൽ. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ നെയിം ഇല്ലാതെ ഒരു അറയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓരോ അറയുടെ ഉള്ളിൽ ഓരോന്നിനും നെയിം കൊടുക്കണ്ടല്ലോ. ഇനിയിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറയ്ക്ക് നെയിം കൊടുക്കാം. അത് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നെയിമൊന്നും ഇല്ലാതെ ഇതിനെ ഇമ്പോർട്ട് ചെയ്ത സെയിം നെയിമിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ജെയ്സൺ ചെയ്തേക്കുന്നത്. ഇനി ആ ജെയ്സൻ്റെ അവിടെ ഒന്ന് ഹോവർ ചെയ്ത് എന്തോ ഇഷ്യൂ കാണിക്കുന്നുണ്ടായിരുന്നില്ലേ ടെസ്റ്റ് ഡാറ്റേനെ. ഡാറ്റ obj equal to method convert javascript function transformation this dot undefined is not valid JSON. Function that number of object contain nested object ഓക്കെ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാണ് അത്. ഇനി നമ്മൾ റൺ ചെയ്യണേക്ക് മുന്നേ നമ്മൾ ലൂപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. ലൂപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ലൂപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇഷ്യൂ മാറും. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ലൂപ്പ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്തത്, ഫോർ ലൂപ്പ് പഠിച്ചത് ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ മുകളിലായിട്ട് ടെസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, ഫോർ എന്നിട്ട് എന്താ കൊടുക്കുക, ഓക്കെ, ഫോർ ഒരു വേരിയബിൾ. ഇപ്പം നമ്മൾ ഓൾറെഡി കൊടുത്തേക്കുന്നത് ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെയല്ലേ. ഇപ്പോൾ ടെസ്റ്റ് ഡാറ്റ തന്നെ കൊടുത്തേക്ക്, കോൺസ്റ്റോ ലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിൾ ടെസ്റ്റ് ഡാറ്റ. എന്താണ് ആ ടെസ്റ്റ് ഡാറ്റ തന്നെ കൊടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇനി അവിടെയൊക്കെ പോയി മാറ്റണം അത്. അതുകൊണ്ടാണ് ടെസ്റ്റ് ഡാറ്റ ഡോട്ട് യൂസർ നെയിം ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. ഓക്കെ, അങ്ങനെയല്ലടാ, യൂസർ നെയിം അല്ല, ടെസ്റ്റ് ഡാറ്റ ഓഫ്. നമ്മൾ എൻഹാൻസ്ഡ് ഫോർ ലൂപ്പാണ് ചെയ്യണം. ടെസ്റ്റ് ഡാറ്റ കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് ഓഫ് എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ ടെസ്റ്റ് ഡാറ്റ രണ്ടും സെയിം ആണല്ലോ അല്ലേ. എൻഹാൻസ്ഡ് ഫോർ ലൂപ്പ് ഇങ്ങനെയായിരുന്നു അതോ നമ്മൾ ഇങ്ങനെയും ചെയ്യാം, കോളൻ ഇട്ടിട്ട് ചെയ്യാം. ഇങ്ങനെ ഓഫ്, ഇതാണ് നമ്മൾ ഈ ഒരു വലിയ അറേനെ ലൂപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ ഓഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓഫ് കീവേഡ്. ഒരു കാര്യം ചെയ്യണം, എന്നിട്ട് നമ്മുടെ അറയുടെ പേര് കൊടുക്കണം. നമ്മുടെ അറയുടെ പേരും ടെസ്റ്റ് ഡാറ്റ, അപ്പോൾ രണ്ടും സെയിം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവിടുത്തെ നെയിം ഒന്ന് മാറ്റിയണം. ടെസ്റ്റ് ഡാറ്റയുടെ പേര് മാറ്റിയിട്ട് ഡാറ്റ എന്നാക്കി, ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഡാറ്റ നെയിം ഒന്ന് മാറ്റി ഡാറ്റ എന്നാക്കുക. ഓക്കെ, ഡാറ്റ ലെറ്റ് ടെസ്റ്റ് ഡാറ്റ ഓഫ് ഡാറ്റ. എൻഹാൻസ്ഡ് ഫോർ ലൂപ്പ് ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ആ ഡാറ്റയിലുള്ള എല്ലാ വേരിയബിളും നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് വെച്ചു. ഓക്കെ, ഇതിനകത്തേക്ക് വെച്ചു. അപ്പോൾ ഇവിടെയും ആ ഡാറ്റ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ സ്ട്രിങ്ങിഫൈഡ് അകത്തും ഡാറ്റ എന്നാക്കും, സ്ട്രിങ്ങിഫൈഡ് അകത്ത്. ഓക്കെ, ഇനി ഈ ഫോർ ലൂപ്പിനകത്ത് മൊത്തം ടെസ്റ്റിന് ഇടുക. ആ എൻഡ് പ്രൈസ് അവിടെ നിന്ന് കളഞ്ഞിട്ട് ഏറ്റവും എൻഡിലേക്ക് കൊണ്ടുവന്നിട്ടാൽ മതി. ഓക്കെ, ഏറ്റവും എൻഡിൽ അതിൻ്റെ എൻഡിൽ ടെസ്റ്റിൻ്റെ താഴെ. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഒരു ഡാറ്റ ഒബ്ജക്റ്റ്, ഒരു മിനിറ്റ്.
ടെസ്റ്റ് ഡാറ്റയ്ക്ക് പകരം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഡാറ്റ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ അല്ലേ കൊടുത്തേക്കുന്നത്? ഓ അതെ. ഇപ്പൊ ഡേറ്റ ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ. ടെസ്റ്റ് ഡാറ്റയിന് പകരം ഡാറ്റ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ കൊടുത്തിട്ടില്ലേ ടെസ്റ്റ് ഡാറ്റ ഡോട്ട് ടെസ്റ്റ് ഡാറ്റ, അതെല്ലാം ഡാറ്റ ഒബ്ജക്റ്റ് ആക്കുക. ഓക്കെ. ഡാറ്റ ഒബ്ജക്റ്റ് അൺഡിഫൈൻഡ് ആണോ കാണിക്കും? ഒബ്ജക്റ്റ് എങ്ങനെയാണ് കാണിക്കും നോക്കാം നമുക്ക്. ഓക്കെ. ഫെയിലാണ്. ഉം. ഇഷ്യൂ ഒന്ന് എടുത്തടാ. ഇതിനകത്ത് എന്താ ടെസ്റ്റ് നോട്ട് ഫൗണ്ട്. ആ പ്രോഗ്രാം അല്ല പ്രോബ്ലം എടുത്തടാ. ടെർമിനൽ ഫിൽ വലുതാക്കിയ ടെർമിനൽ ഒന്ന് വലുതാക്കി കാണിക്കാം. ഓക്കെ, ഇ-കൊമേഴ്സ് അൺഡിഫൈൻഡ് ഈസ് നോട്ട്. ഓക്കെ, ടെസ്റ്റ് നോട്ട് ഫൗണ്ട്. നമ്മുടെ ജേസൺ ഫയൽ ഒന്ന് എടുത്തോളാം നോക്കട്ടെ. റെയിലാട്ടി കൊടുത്തു. ഞാൻ എറർ ലോഗ് ഒന്നും കൂടെ കാണിച്ചിടാം. താഴത്തേക്ക് കാണിച്ച് ക്ലാസ് മെത്തേഡിനകത്താണ് സ്ട്രിംഗ്. നമ്മുടെ കോഡ് തന്നെ എടുത്തിടാം. മെയിൻ സ്പെക് ഫയൽ എടുത്ത് നമുക്കൊരു ചേഞ്ച് കൂടി ചെയ്ത് നോക്കാം. ജെയ്സണിലല്ലേ ഇഷ്യൂ? ജെയ്സൺ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ജെയ്സണിനെ കമൻറ്റ് ചെയ്തിടാം. ടെസ്റ്റ് ഡാറ്റ ഓക്കെ. എന്നിട്ട് ജെയ്സൺ വേണ്ട. ഓക്കെ, ഡാറ്റയിൽ എന്താണ് ഇഷ്യൂ വന്നേക്കുന്നത്? ഡാറ്റ ഓക്കെ. is not iterable. ഡാറ്റ ഈസ് നോട്ട് ഐട്രേറ്റബിൾ. ഐട്രേറ്റബിൾ എല്ലാം മീൻസ് അത് നോക്കട്ടെ. ഓക്കെ, ഇതൊന്ന് കോപ്പി പ്രോംപ്റ്റ് ചെയ്തേടാ. ഈ സെയിം സാധനം ഷോ ഇൻ HTML റിപ്പോർട്ട് എടുത്തിട്ട് കോപ്പി പ്രോംപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അതെവിടെ നമ്മുടെ ടെർമിനൽ എടുത്ത് ടെർമിനലോ? ഓക്കെ, ഇവിടെ ഇപ്പോൾ ആ ഒരു ഇത് ഓപ്പൺ ചെയ്താലും മതി. ഒരു ഓക്കെ, അത് തന്നെ. അതിനകത്ത് കണ്ടോ കോപ്പി പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഓക്കെ, ഇനി അതൊന്ന് ഷെയർ ചെയ്യും. ടെസ്റ്റ് ഡാറ്റ ഈസ് അൺഡിഫൈൻഡ് ബിക്കോസ് ഇൻകറക്റ്റ്. ജെയ്സണിനെ ഇമ്പോർട്ട് ചെയ്തതിനകത്ത് എന്ത് വിഷയമുണ്ട്? ജെയ്സൺ യൂഷ്വലി എക്സ്പോർട്ട് ഡിഫോൾട്ട്, നോ നീഡ് ടു എക്സ്പോർട്ട് ദ ടെസ്റ്റ് ഡാറ്റ ബിക്കം അൺഡിഫൈൻഡ്. ഇമ്പോർട്ട് ടെസ്റ്റ് ഡാറ്റ ഫ്രം ഓക്കെ ആക്സസ് ദ സ്ക്രോൾ ചെയ്തോടാം.
സ്ക്രോൾ ചെയ്തോ, സ്ക്രോൾ ചെയ്തേക്ക്. ഓക്കെ, ഓൾസോ ആഡിങ് അവൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്ക്രോൾ ചെയ്തോടെ കറക്റ്റഡ് കോഡ് നോക്കട്ടെ. ഇമ്പോർട്ട് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. കേളി ബ്രേസ് കളയാം. കേളി ബ്രേസസ് കളഞ്ഞിട്ട് ജസ്റ്റ് അതേപോലെ കൊടുത്തു. പിന്നെ എന്താണ് ചേഞ്ച് ചെയ്തേക്കുന്നത്? ഓക്കെ, ഇത് സിംഗിൾ ലൂപ്പ് അല്ലേ, നമുക്ക് സിംഗിൾ ഡാറ്റ അല്ലേ, അത് ലൂപ്പ് ചെയ്യാനല്ലേ വേണ്ടേ. സ്ക്രോൾ ചെയ്താണ് മുകളിലേക്ക്. ഈ രീതിയിൽ നമുക്ക് കിട്ടിയതാണ് ഔട്ട്പുട്ട്, ലൂപ്പിംഗ് കിട്ടാത്ത. അതെന്ത് പറ്റി? ലൂപ്പിംഗ് സിമ്പിളാണ്. അത് മൊത്തം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേടാ. നമ്മുടെ കോഡിനെ മൊത്തത്തിലായിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതായത് 4 മുതൽ ആ 4 അത്ര എടുത്താൽ മതി. 4 തൊട്ടിട്ട് കിട്ടുന്ന വരെ, സ്ക്രീൻ കിട്ടുന്ന, ഓക്കെ, അത്ര എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ഇത് എടുത്തേടാ, ഇവിടെ പേസ്റ്റ് ചേഞ്ച് ഇട്ട് നോക്കട്ടെ. സ്ക്രോൾ ചെയ്ത് എൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. ഡാറ്റ എന്ന് കൊടുക്കുക. മീൻസ് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഇതൊക്കെ ഡാറ്റ, എന്നിട്ട് നമ്മൾ കൊടുക്കുന്നിടത്തൊക്കെ ഡാറ്റ ഒബ്ജക്റ്റിനെ കോൾ ചെയ്ത്. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കോൾ ചെയ്തേക്കുന്ന മീൻസ് അതിനകത്ത് ഡാറ്റ ഒബ്ജക്റ്റിന് എവിടെ, അതായത് അവിടെ വേരിയബിൾ നെയിം ടെസ്റ്റ് ഡാറ്റ മാറ്റിയിട്ട് എന്താക്കാൻ പറഞ്ഞിട്ട് ഡാറ്റ ഒബ്ജക്റ്റ് ആക്കാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഈ ടെസ്റ്റ് ഡാറ്റ അത് ഡാറ്റ ഒബ്ജക്റ്റ് എന്നാക്കുക. മീൻസ് നമ്മൾ ഡാറ്റ ഒബ്ജക്റ്റ് കമന്റ് ചെയ്തിട്ടേക്കാണല്ലോ, നമ്മൾ ജേസറിലേക്ക് ആക്കുമ്പോൾ അതിനകത്ത് ഇഷ്യൂ വന്നതുകൊണ്ട് അത് കമന്റ് ചെയ്തിട്ടു. സോ ഒരു കാര്യം ചെയ്യുക, അത് അങ്ങനെ കടന്നോട്ടെ. എന്നിട്ട് ഇവിടെ ടെസ്റ്റ് ഡാറ്റ എന്നുള്ളടത്ത് ലെറ്റ് ടെസ്റ്റ് ഡാറ്റ എന്ന് കൊടുത്തിട്ടില്ലേ, അവിടെ ഡാറ്റ ഒബ്ജക്റ്റ് എന്ന് കൊടുക്കുക. കാരണം നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്തേക്കുന്നത് ഡാറ്റ ഒബ്ജക്റ്റ് ഡോട്ട് യൂസർ നെയിം ആണ്. ഇപ്പോൾ ഇനിയാണ് കാണിക്കുന്നത്. ഇനി ഡാറ്റയിലാണ്, ആ ഡാറ്റയുടെ കേളി ബ്രേസസ് ഒന്ന് കളഞ്ഞാടാ. ഓക്കെ, ഡാറ്റ ഈസ് നോട്ട് ഓക്കെ. അപ്പോൾ ഇതിനകത്തേക്കാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് ഇ കൊമേഴ്സ് സൈറ്റ് വിത്ത് പേജ് ഫസ്റ്റ് ഡിക്ലയർഡ് ഡ്യൂപ്ലിക്കേറ്റ് എറർ വരും. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എറർ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയോടാ. ഞാൻ GPT നോക്കി ഇതുവരെ ചെയ്തു. ഓക്കെ ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എറർ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റിനുള്ള ടൈറ്റിൽ വേറൊരു ടെസ്റ്റിന് പാടില്ല. അതിന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എറർ എന്നാണ് പറയുക. അപ്പോൾ നമ്മളുടെ ഈ ടെസ്റ്റ് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, ലൂപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കല്ലേ. ലൂപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ ടെസ്റ്റിന്റെ ടൈറ്റിൽ സെയിം ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റിന്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് കോൺകാറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ കോൺകാറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ മീൻസ് ഇ കൊമേഴ്സ് സൈറ്റ് വിത്ത് പേജ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ആകെ ഒരു പ്രൊഡക്റ്റ് നെയിം മാത്രമാണ് എല്ലാത്തിനും ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ നെയിം കോൺകാറ്റ് ചെയ്യുക, ഒബ്ജക്റ്റ്, എന്നിട്ട് ആ പ്രൊഡക്റ്റ് നെയിം കോൺകാറ്റ് ചെയ്യാം. അപ്പോൾ കോൺകാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യാം. നമ്മൾ അറേന്ന് ഇങ്ങോട്ട് ഡാറ്റ എടുക്കുകയാണ്. അപ്പോൾ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യാം. സെയിം ആ ഒരു കോഡ്സിൻ്റെ അകത്ത് തന്നെ ഒറ്റ ഫ്രണ്ടിലോ ബാക്കിലോ എൻഡിലോ എവിടെ വേണമെങ്കിലും കോൺകാറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇങ്ങനെയാണോ? എങ്ങനെയല്ലാണ് ആ ഒരു കോഡ്സിൻ്റെ ഒപ്പം തന്നെ കോഡ്സിൻ്റെ ഉള്ളിൽ ഓക്കെ ഒരു കേളി ബ്രേസസ് അതിന് മൊത്തത്തിലുണ്ട കേളി ബ്രേസസിനകത്ത് ഒരു അത് അവിടെ തന്നെ ക്ലോസ് ചെയ്ത് അവിടെ തന്നെ ഓപ്പൺ ചെയ്തോടെ തന്നെ ക്ലോസ് ചെയ്യുക അതിന്. ഓക്കെ, ഇനി ആ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ഡാറ്റ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ഡാറ്റ ഒബ്ജക്റ്റ് അല്ലേ, ഡാറ്റ ഒബ്ജക്റ്റ് ഡോട്ട് നമ്മളുടെ കയ്യിലുള്ള ഒരു നെയിം, പ്രൊഡക്റ്റ് ആണ് അതിനകത്ത് ഡിഫറെൻ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം സെയിമാണ്, യൂസർ നെയിം ഒക്കെ. അപ്പോൾ പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ആ സെയിം സാധനം കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ അതൊന്ന് മാറ്റിക്കോട്ടെ. പ്രൊഡക്റ്റ് നെയിം ഡിഫറെൻ്റ് കൊടുക്കണേടാ. ആദ്യത്തെ സോസില ബാക്ക് ആണെങ്കിൽ രണ്ടാമത്തേത് വേറെ കൊടുക്കണം. ഇങ്ങനെ അപ്പം മൈ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കണേ. നിങ്ങളുടെ വേരിയബിൾ നെയിം എന്താണോ അത് കൊടുക്കണം. മൈ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി ഫ്രണ്ടിൽ ഒരു $സൈൻ ഇടുക. അതിൻ്റെ കേളി ബ്രേസസിൻ്റെ ഫ്രണ്ടിൽ. ഓക്കെ, ഇതെന്താ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ടെസ്റ്റ് വന്നല്ലോ. അപ്പോൾ ആ ടെസ്റ്റ് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എറർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺകാറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിനകത്തൊരു ചേഞ്ച് വരുത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സിംഗിൾ കോഡ്സ് അല്ലേ കൊടുത്തേക്കുന്നത്, അതിന് പകരം അത് മാറ്റിയിടാം. എന്നിട്ട് ബാക്ക് ടിക്ക് ഉണ്ടാവും. അതായത് ടാബിൻ്റെ തൊട്ട് മുകളിൽ. ഓക്കെ, അത് തന്നെ എൻഡിലും അത് തന്നെ കൊടുക്കാം. ഒബ്ജക്ട്സ് കഴിഞ്ഞിട്ടും സെയിം ആ ബാക്ക് ടിക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് ഒന്ന് സേവ് ചെയ്തടാ. സേവായി. ഇനി ഒന്ന് ഓവർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്തേക്കാണ്, ഡാറ്റേനെ ഇവിടേക്ക് കോൺകാറ്റ് ചെയ്തേക്കാണ്. മീൻസ് നമുക്ക് ഓരോ പ്രാവശ്യവും ഡിഫറെൻറ്റ് ടൈറ്റിൽ വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഒരേ ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എറർ അടിക്കാൻ ചാൻസ് അല്ല, എറർ അടിക്കും. സെയിം ടൈറ്റിൽ പോസിബിൾ അല്ല. സോ എന്ത് ചെയ്യാം, റൺ ചെയ്യാം. അല്ല വിനീഷ, മറ്റേ കാർട്ടിലേയും കൂടെ മാറ്റാനുണ്ട്. നമ്മുടെ കാർട്ടില് പ്രോഡക്റ്റ് നെയിം ലൈക്ക് നമ്മളൊരു ഇത് കൊടുത്തിട്ടില്ലേ, അസേർഷൻ കൊടുത്തിട്ടില്ലേ, അപ്പൊ എറർ വരുന്നുണ്ട്. കാർട്ടേജ് ഡോട്ട് ജെഎസിൽ നമ്മളൊരു അസേർഷൻ കൊടുത്തിട്ടില്ലേ, പ്രോഡക്റ്റ് വെരിഫൈ ചെയ്യുന്നത്, അതിന്റെ അവിടെ എറർ വരുന്നുണ്ട്. ഇപ്പൊ 2 പ്രാവശ്യം കണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഫെയിലായി. ഓക്കെ, ആ ഫെയിൽ ആയതെടുത്തേടാ. ഇതിനകത്താണോ ഇങ്ങനെയാണോ പറഞ്ഞത് ദേവി? ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്യണ്ടേ, കോഡ്സിനകത്ത് പേജിലല്ലായിരുന്നോ? ഇവിടെയും നമ്മൾ ഇതേപോലെ കോൺകാറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബാക്ക് അതായത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തതിന് പകരം കോൺകാറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരു കേളി ബ്രേസസിനകത്ത് ഇട്ട് മൊത്തം അത് കളഞ്ഞാൽ ആ ഡബിൾ കോഡ്സ് മുതൽ കളയും. ഇത് നമ്മൾ ഇന്നലെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മളിപ്പോൾ അവിടെ നിന്നല്ല എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഡാറ്റ ഒബ്ജക്റ്റിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ അതിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തേടാ. ആദ്യം ജേസണ് ഇമ്പോർട്ട് നമ്മൾ അവിടെ ചെയ്ത സെയിം അത് ഇവിടെ കോപ്പി ചെയ്താൽ മതി. ഇമ്പോർട്ട് ഡാറ്റ. ഓക്കെ, സെയിം ആ പ്രോസസ്സ് ഇവിടെ ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ ലൂപ്പ് ചെയ്യണമെന്നില്ല, ഡാറ്റ ഡോട്ട് യൂസ് ചെയ്താലും മതിയായിരിക്കും ഡാറ്റ ഒബ്ജക്റ്റിന് പകരം. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയടാ. ഡാറ്റ ഒബ്ജക്റ്റിന് പകരം ഡാറ്റ ഡോട്ട് എന്ന് കൊടുത്ത് ഡാറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ടോ നോക്കാം. ഡാറ്റ ഡോട്ട് വരുന്നില്ല, മൈ പ്രൊഡക്റ്റ് വരുന്നില്ല. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിന് ലൂപ്പിൽ കൊടുക്കേണ്ടി വരുമോ?
ഓക്കെ, ഇങ്ങനെ കൊടുത്തിട ഡാറ്റ ഡോട്ട് മൈ പ്രൊഡക്റ്റ്, എന്നിട്ട് അതിന് ഒരു $സൈൻ ഫ്രണ്ടിലിടുക, ബാക്ക് ടിക്ക് മാറ്റിയിട്ട് അല്ല കോളം മാറ്റിയിട്ട് ബാക്ക് ടിക്ക് ആക്കുക. എന്നിട്ട് അത് അവിടെയല്ല മൊത്തത്തിൽ അതിനെ ബാക്ക്, അതായത് ലൊക്കേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ അവിടെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് ടിക്ക് ആക്കുക, അതിൻ്റെ എൻഡും ബാക്ക് ടിക്ക് ആക്കുക. എന്നിട്ട് കേളി ബ്രേസസിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു $സൈൻ ഇടുക. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാണ്. ഇനിയാണ് ഇവിടെ ഇത് കേളി ബ്രേസിലോ കൊടുക്കണോ? അതിനകത്ത് കേളി ബ്രേസസ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇനി തന്നെ കാണിക്കണം. നോക്കാം, നമുക്കതിന് ലൂപ്പിന് കൊടുക്കേണ്ടി വരും. റൺ ചെയ്യുമ്പോൾ ഇഷ്യൂ കിട്ടുമ്പോൾ നോക്കാം. ഇപ്പം കണ്ടോ, നമ്മൾ 2 ടെസ്റ്റസ് റൺ ചെയ്ത് നോക്കിയത് ഫെയിൽ ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഫെയിൽ ആയിട്ടുണ്ട്. അതെടുത്തിടാം. കനോട്ട് റീഡിങ് മൈ പ്രൊഡക്റ്റിനെ കിട്ടുന്നില്ല, ഡാറ്റയിലില്ല. ഓക്കെ, അപ്പം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലൂപ്പ് ചെയ്യാം. അതിനൊന്ന് കോപ്പി പ്രോംപ്റ്റ് ചെയ്തിടാം. ഡാറ്റ ഈസ് അൺഡിഫൈൻഡ് JSON ഇമ്പോർട്ട് ഡാറ്റ ഈസ് യൂഷ്വലി. ഓക്കെ, സ്ക്രോൾ ചെയ്തിടാം. അതിനകത്ത് ഇങ്ങനെ കൊടുത്തേക്കുന്നത് നോക്കട്ടെ. ഡാറ്റ കൊടുക്കാതെ ഓക്കെ ഡയറക്റ്റ് ആയിട്ട് മൈ പ്രൊഡക്റ്റ് എന്ന് കൊടുത്താൽ മതി, ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റ ഡോട്ട് അതായത് അറേ നെയിം കൊടുക്കാതെ അത് കമൻറ്റ് ചെയ്തിട്ടിടാം. കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് മൈ പ്രൊഡക്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. മൈ പ്രൊഡക്റ്റ് ഓവർ ചെയ്തിടാം. ഇനിയാണ് കാണിക്കുന്നത്. ഓക്കെ, നോക്കാം. റൺ ചെയ്ത് ഫെയിലായി. ഇഷ്യൂ എറർ നോക്കണം. മൈ പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടാത്തത്. മൈ പ്രൊഡക്റ്റ് ഈസ് നോട്ട് അൺഡിഫൈൻഡ്. നമ്മുടെ കോഡ് എടുത്ത നേരത്തെ എടുത്ത ഇതെടുത്ത് GPT എടുത്തണം. വേറെ സൊല്യൂഷൻ ഉണ്ടോ നോക്കട്ടെ. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഓക്കെ ഇങ്ങനെ ടെസ്റ്റ് കാർഡ് ബ്രേസസ് ഇല്ലാതെ നോർമൽ വേയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെവിടെ കോൾ ചെയ്തേക്കുന്നത്? ഓക്കെ നമ്മളിതിൻ്റെ ആ ഫംഗ്ഷൻ ഇല്ലേ, ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്ന സ്ഥലമില്ലേ, എന്തായിരുന്നു ഫംഗ്ഷൻ്റെ പേര്? ഓക്കെ, കൺഫേം മെസ്സേജ് അതാണോ ആ ഫംഗ്ഷൻ്റെ പേര്? ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഡാറ്റനെ പാസ് ചെയ്ത് കൊടുക്കുക. അല്ല, സോറി മറന്നുപോയി, ഒരു മിനിറ്റ്. കാർട്ടിൽ വെരിഫൈങ് പ്രൊഡക്റ്റ് ഈസ് പ്രസന്റ്. അപ്പോൾ വെരിഫൈ പ്രൊഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം? അവിടെ നിന്ന് മെയിൻ സ്പെക്ക് എടുത്തേടാം. മെയിൻ സ്പെക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഡാറ്റ OBJ ഡോട്ട് മൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഡാറ്റ OBJ ഡോട്ട് മൈ പ്രൊഡക്റ്റ് ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓക്കെ ഇവിടെ മൈ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കാം. മൈ പ്രൊഡക്റ്റ്. അപ്പോൾ അത് മുകളിലില്ല. ഒരു കാര്യം ചെയ്യാം, അസേഷൻ ഇല്ലടാ, അത് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. മൊത്തം ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ലൊക്ക് എന്ന് പറഞ്ഞത് അതിനവിടെ നിന്ന് ദിസ് ഡോട്ടിന് പകരം ആ പേജ് ഡോട്ട് മൊത്തം കട്ട് ചെയ്ത് പേജ് ഡോട്ട് അതവിടെ നിന്ന് അത്രയും എടുത്ത് പേജ് ഡോട്ട് അവിടെ നിന്ന് മതി. പേജ് ഡോട്ട് ലൊക്കേറ്റർ ഓക്കെ അത്രയും എടുത്ത് മൊത്തം എടുത്തോ. ബ്രേസസ് വരെ കട്ട് ചെയ്തോ. എന്നിട്ട് ഇവിടെ ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ലൊക്കിന് പകരം അതവിടെ ഡയറക്റ്റ് ആയിട്ട് വെച്ചോ. നമ്മൾ വേരിയബിൾ കൊടുക്കുന്നതിന് പകരം ഓക്കെ. ഇനി എന്താ, പേജിനെ ദിസ് ഡോട്ട് ആക്കുക. പേജിനെ ദിസ് ഓക്കെ. ഇനി മുകളിൽ 9th ലൈനിലുള്ളതൊന്ന് കമന്റ് ചെയ്തിട്ടേക്കണം. കളഞ്ഞേക്കത്. ഇപ്പൊ നമ്മൾ ഈ മൈ പ്രൊഡക്റ്റിനകത്ത് നമ്മുടെ ഡാറ്റ ഉണ്ട്. ഈ മൈ പ്രൊഡക്റ്റ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാ. സ്പെക് ഫയലിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത്
ഉണ്ടോ? എന്തുകൊണ്ട് ഫെയിൽ ആയിട്ടുണ്ട്. 2 ഫെയിലായി, പക്ഷെ 2 റണ്ണായിട്ടുണ്ട്. നോക്കാം. ഹാസ് ടെക്സ്റ്റ് എൻജിൻ എക്സ്പെക്റ്റ് സിംഗിൾ സ്ട്രിങ്. ഓക്കെ, അത് മൾട്ടിപ്പിൾ ആയിട്ട് അസേർഷൻ ചെയ്യുന്നതിനകത്താണ് ഇഷ്യൂ. ദേവിക്ക് ഇങ്ങനെ തന്നെയാണോ ഇഷ്യൂ എന്ന്? ഹാസ് ടെക്സ്റ്റ് അതല്ലേ? അത് ഹാസ് ടെസ്റ്റിനകത്ത് എറർ എൻജിൻ എക്സ്പെക്റ്റ് സിംഗിൾ സ്ട്രിങ്. ഇത് കോപ്പി പ്രോംപ്റ്റ് ചെയ്താണ് അറിയണേ. സ്ക്രോൾ ചെയ്തോളാം. ഇത് ടെക്സ്റ്റിനകത്ത് സ്പേസ് ഉള്ളതുകൊണ്ട് ബിക്കോസ് അല്ല, നോക്കാം, നമുക്ക് നോക്കണം അതെന്താ നോക്കാം. സ്ക്രോൾ ചെയ്തേടാ, മെല്ലെ മുകളിൽ, കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ആസ് ടെസ്റ്റിൻ്റെ ഓക്കെ പ്രൊഡക്റ്റ് നെയിമാണ് ഫിക്സ് വെരിഫൈ പ്രൊഡക്റ്റ് നെയിം. ഓക്കെ, ഇങ്ങനെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്നല്ലേ ലിസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി എന്താ ഒന്നും കൂടെ സ്ക്രോൾ ചെയ്തേടാ. ഇത് പിന്നെ കോഡ്സ് കൊടുക്കണമായിരുന്നോ? ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ അല്ല ഡബിൾ അല്ലടാ, അപ്പോൾ അതൊരു സ്ട്രിങ് ആയിട്ടല്ലേ എടുക്കുക. നമുക്ക് അതൊരു വേരിയബിൾ അല്ലേ, വേരിയബിളിനെ അങ്ങനെ കൊടുക്കില്ല. ഓക്കെ, നമ്മുടെ ഇതെടുത്ത് GB എടുത്ത് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കറക്റ്റാണ്. പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ഹാഷ് ടെസ്റ്റിനകത്ത് പ്രൊഡക്റ്റ് ഹാഷ് ടെസ്റ്റ് ജസ്റ്റ് ഡയറക്റ്റ് ഫിൽറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നോക്കിയാടാ, ബെറ്ററിനകത്ത് രണ്ടാമത്തേതിനകത്ത് ലൊക്കേറ്റർ ഡോട്ട് ഫിൽറ്റർ ഇൻവെന്ററി ഐറ്റം നെയിം ഡോട്ട് ഫിൽറ്റർ ഹാഷ് ടെക്സ്റ്റ്. എന്നിട്ട് നോർമലി ആയിട്ട് നമ്മൾ ബ്രേസസ് ഒന്നും ഇല്ലാതെ സിംഗിൾ, അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ അറിയുന്നു കോൺകാറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കെളി ബ്രേസസ് ഒക്കെ കൊടുത്തത്. അല്ലാതെ നോർമലി പ്രൊഡക്റ്റ് നെയിം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുക. നോക്കിയേ, ഡോട്ട് ഫിൽറ്റർ ഹാഷ് ടെസ്റ്റ്, അത് മാത്രം ഒന്ന് കോപ്പി ചെയ്തേടാം. ഓക്കെ, അത്രയും കോപ്പി ചെയ്യും. എന്നിട്ട് ആ പ്രൊഡക്റ്റ് നെയിം മാറ്റിയിട്ട് നമ്മുടെ മൈ പ്രൊഡക്റ്റ് എന്നാക്കണം. അത് നമ്മുടെ കോഡ് എടുത്തേ. ഓക്കെ, അതിനകത്ത് ആ ഹാഷ് ടെസ്റ്റിന് അവിടെ പേസ്റ്റ് ചെയ്ത് ഓക്കെ ഹാഷ് ടെസ്റ്റ് മേലെ അങ്ങനെയല്ലല്ലോ, അത് പ്രൊഡക്റ്റ് ഇൻവെന്ററി ഐറ്റം നെയിമിൻ്റെ ഉള്ളിൽ അതൊരു ബ്രേസസ് കൊടുത്ത് അവിടെ ആ ഡോട്ടും ആ ഫുൾ കോളനും കളഞ്ഞ് അവിടുത്തെ. ഓക്കെ, എന്നിട്ടൊരു ബ്രേസസ് ടെൻഡ് ചെയ്ത് അവിടെ റൗണ്ട് ബ്രേസസ് ലൊക്കേറ്റർ കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇൻവെന്ററി ഐറ്റം നെയിം നോർമലി സിംഗിൾ കോഡ്സിനകത്തേക്ക് ആക്കിയടാ. ഇപ്പോൾ ബാക്ക് ടിക്കാണ് കിടക്കുന്നത്, അത് മാറ്റാം. എന്നിട്ട് സിംഗിൾ കോഡ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡോട്ട് ഇട്ട് കൊടുത്ത് ഫിൽറ്ററിന്റെ തൊട്ട് മുന്നേ. ഓക്കെ, ദയവ് ചെയ്തോ, ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, മൈ പ്രൊഡക്റ്റ് പേജ് ദിസ് ആക്കിയിട്ടുണ്ട്. ഫിൽറ്റർ മെത്തേഡാണ്. ഫിൽറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തത്? ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചതല്ലേ, സ്പെസിഫിക് കണ്ടീഷൻ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്ന എലമെന്റിന്. ഓക്കെ, എനിക്ക് ആ കോഡ് ഒന്ന് കോപ്പി ചെയ്ത് തരാമോ? GPT കിട്ടിയ ഇടാതില്ല, ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഫിൽറ്ററിന്റെ ചാറ്റിനകത്ത് ഇട്ടേക്കും. എന്നിട്ട് അത് ഡോട്ട്, ഓക്കെ, എന്നിട്ട് എററാണോ വന്നേ? എന്നിട്ട് ഇത് ഡോട്ട് ഫിൽറ്ററിനകത്ത് കൊടുക്കണം. ഫിൽറ്ററിനകത്ത് കൊടുക്കാം. ഓക്കെ, ആ ബാക്ക് ടിക്ക് ഒക്കെ മാറ്റണേടാ, നമ്മളൊരു ബാക്ക് ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ വർക്കായി.
നമ്മൾ ചെയ്ത കാര്യം ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, കാരണം കുറച്ച് എറേഴ്സും കാര്യങ്ങളും വന്നതുകൊണ്ടാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ദേവിക്ക് കിട്ടിയോ? ഒന്ന് വെയിറ്റ് ചെയ്യോ വിനീഷ, ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ. വിനീഷ കിട്ടിയേ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്തത് ഡാറ്റ ഡ്രിവൺ ആണ്. ഡാറ്റ ഡ്രിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കോഡിൽ തന്നെ ഡാറ്റ കൊടുത്തുകൊണ്ടിരിക്കുക ചെയ്തത്. ഇത് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷനായി തോന്നിയത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ യൂസ്ഫുള്ളും എളുപ്പവും. നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും ഈ ഒരൊറ്റ ടെസ്റ്റിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യൂട്ടിൽസ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് JSON ഡാറ്റ ഉണ്ടാക്കി. നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു വേ പഠിച്ചു വെച്ചാൽ മതി. കാരണം നമ്മൾ ഒരു സിംഗിൾ ഡാറ്റ അല്ലല്ലോ ഇപ്പോഴും ടെസ്റ്റ് ചെയ്യാം, സിംഗിൾ പ്രൊഡക്റ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ സിംഗിൾ യൂസറിൻ്റെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു വേ നോക്കാം. മൾട്ടിപ്പിൾ യൂസേഴ്സിൻ്റെ ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ആ യൂസർ നെയിം ലോഗൗട്ട് ചെയ്ത് പുതിയ യൂസർ എന്ത് ചെയ്യും, പുതിയ യൂസറിൻ്റെ ഡാറ്റ ആയിരിക്കും പിന്നെ കിട്ടുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അറേ ഫോർമാറ്റിൽ ഇട്ടു JSON-നകത്ത്. എന്നിട്ട് അതിനകത്ത് ഓരോ ഒബ്ജക്ട്സ് പോലെ ഇട്ട് കൊടുത്തു. ഓക്കെ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ സ്പെക്കിനകത്ത് വന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ചെയ്തു. അതിനകത്ത് അതിന് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആ JSON-നെ നോക്കണ്ട, അത് കളഞ്ഞേക്കണം, അതിൻ്റെ ആവശ്യമില്ല അവിടെ, അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ഡാറ്റ ഫ്രം പ്ലേസ് ഹോൾഡർ .json എന്ന് പറയുന്ന ഇത് അതിന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കീവേഡിനകത്തേക്ക് വെച്ചു. ഈ ഡാറ്റേനെ ഡാറ്റ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡിലേക്ക് വെച്ചു. നമ്മൾ എൻഹാൻസ്ഡ് ഫോർ ലൂപ്പ് പോലെ തന്നെ ഓഫ് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ ഒബ്ജക്റ്റ് .my product അതിനകത്ത് നിന്ന് ഓരോ വേരിയബിളിനെയും നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ ഡാറ്റ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ചെയ്തെടുത്തു. ഓക്കെ. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ക്ലാസ്സിനകത്തും ഇതുപോലെ ഡാറ്റ വാല്യൂസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് അതിനെ പാസ് ചെയ്ത് കൊടുക്കണം. ഡാറ്റ ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത വേ കറക്റ്റാണ്, പക്ഷെ അത് ഈ ഹാഷ് ടെസ്റ്റിനകത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ മെത്തേഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് വരികയാണെങ്കിൽ സ്റ്റക്കായി നിൽക്കേണ്ട, ബ്രൗസ് ചെയ്യാൻ പറ്റും. എല്ലാം ഒരേപോലെ ആയിരിക്കില്ല ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ സെയിം വേയിൽ തന്നെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ വേറെ മെത്തേഡ്, ഇപ്പോൾ ഇത് ഈ അസേഷൻ നമ്മളുടെ പ്രോഗ്രാമിനകത്തുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് ഓക്കെ, ഫിൽറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ ഈ മൈ പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. കോൺകാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൊടുക്കണ്ട, മൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്താണ് മൈ പ്രൊഡക്റ്റിനെ നമ്മൾ പാസ് ചെയ്തേക്കുന്ന വേരിയബിളാണ്. അപ്പോൾ അതിന് കോൺകാറ്റ് ഒന്നും ചെയ്യണ്ടല്ലോ, നമ്മൾ പാസ് ചെയ്ത വേരിയബിൾ ഡയറക്റ്റ് ആയിട്ടല്ലേ യൂസ് ചെയ്യുക എപ്പോഴും. ഓക്കെ. അങ്ങനെ മൈ പ്രൊഡക്റ്റ് എന്ന് യൂസ് ചെയ്തു. മൈ പ്രൊഡക്റ്റിനകത്ത് ഡാറ്റ ഒബ്ജക്റ്റ് .my പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടോ അത്രയും പ്രാവശ്യം ഇത് എത്ര ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടോ അത്രയും പ്രാവശ്യം ടെസ്റ്റ് റൺ ചെയ്യും. നമ്മൾ 2 എണ്ണമാണ് കൊടുത്തത്, അതുകൊണ്ട് ഇത് 2 പ്രാവശ്യം നമ്മുടെ ഈ സെയിം ടെസ്റ്റ് റൺ ചെയ്തു വിത്ത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് നെയിം. പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡാറ്റയും പാസ്വേഡ് എന്തായിരുന്നു, യൂസറും പാസ്വേഡും സെയിം ആണ്, ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വന്ന് നോക്കാം. ഇപ്പോൾ ഒറ്റ പ്രാവശ്യമല്ലേ ചെയ്തുള്ളൂ, അപ്പോൾ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരിക, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വന്ന് ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ.
ഓക്കെ, പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്ലാസ് സ്പീഡാണോ? എനിക്ക് അറിയാഞ്ഞിട്ടാ ചോദിക്കണേ. മേ ബി ഞാൻ പറയുന്നതാണോ അതോ നിങ്ങൾ ഒപ്പം എത്താഞ്ഞിട്ടാണോ? സ്പീഡ് ഉണ്ടോ ക്ലാസ്സിന്? ഇങ്ങനത്തെ ഇതൊക്കെ ഈ മെയിൻ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈക്ക് ആ കാര്യങ്ങൾ അന്നേരം നമ്മളതിപ്പം ചെയ്തെടുക്കാനും മനസ്സിലാക്കാനും കുറച്ച് ആ പാടുണ്ട്. പാടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം ഇച്ചിരി സ്ലോ ആയിട്ടാണെങ്കിൽ ഇവിടെ എളുപ്പമായിരിക്കും ലൈക്ക് ചെയ്യാനും ഒന്ന് നോട്ട്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാനും ഒക്കെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ദിവസം ഒരാൾ എന്നെ ഇതായത് ഇപ്പം എനിക്ക് മിക്കതും ദേവിയായിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് ആളുടെ ഒരു സ്പീഡിനനുസരിച്ചായിരിക്കും ഞാൻ പോവുക. ആൾ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് എങ്ങനെയാണ് അത് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട് എല്ലാവരും ഒപ്പം എത്തിയോ എന്നുള്ളത്. അപ്പം നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിലേ ഇനി ഞാൻ വിട്ടുപോയാലും വലിയ ആണെങ്കിൽ എത്തിയിട്ടില്ലെങ്കിൽ ഓക്കെ ഒന്ന് എത്തിയിട്ടില്ല ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയണം. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലാതെ ഞാൻ സ്പീഡിൽ എടുത്തു പോവില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് വരുന്നതായിരിക്കും, ഒരാളുടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലോയിൽ വരുന്നതായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഒന്ന് വെയിറ്റ് ചെയ്യുമോ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എറേഴ്സ് വരുമല്ലോ, അപ്പോൾ അതെനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. പിന്നെ അത് മാത്രമല്ല ഓക്കെ, ഒരാൾ എന്നെ ഷെയർ ചെയ്യാതെ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ക്ലാസ്സിനകത്ത് 2-3 പേരുണ്ടാവാറുള്ളൂ. അപ്പോൾ ഒരാൾ എന്നെ ഷെയർ ചെയ്യണമെന്നില്ല, എല്ലാവരും ഷെയർ ചെയ്യാം. പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ പിറ്റത്തെ ദിവസത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ അപ്പോഴും സ്റ്റക്ക് ആവില്ല. ഇപ്പോൾ സ്നേഹ ലെഫ്റ്റ് ആയത് അതാണെന്ന് തോന്നുന്നു, ആൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അത്രയും കൂടെ ചെയ്യുക. എന്നിട്ട് നോക്കുക സ്പീഡ് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. സ്പീഡ് ഇനിയും കൂടുതലാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയാം. ഒരു ഓട്ടോമാറ്റിക്കലി അത് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യാണ്, ആൾ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ വരെ ഒരു ടെൻഡൻസി ഉണ്ടാവും, അത് ക്ലാസ് എടുത്ത് ശീലമായത്. അപ്പോൾ നിങ്ങൾ പറയാം ഓക്കെ കഴിഞ്ഞിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കും എന്തായാലും, ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ കഴിഞ്ഞു എന്ന് ചോദിക്കുക. ആരും റെസ്പോണ്ട് ചെയ്യാത്ത കാരണമാണ് ഞാൻ എപ്പോഴും അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു മോശമില്ല, കാരണം എൻ്റെ മൈൻഡ് ഇങ്ങനെ സെറ്റായി വെച്ചേക്കാണ് കഴിഞ്ഞിട്ടുണ്ടാവുന്നേ. പക്ഷെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞാൽ മതി. കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ ശരിയാടാ, ബൈ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പം 2 ഡേറ്റ പെയർ അല്ലേ കൊടുത്തിരിക്കുന്ന ജേസണിൽ. ഇപ്പൊ ഞാനിപ്പം നമ്പർ ഓഫ് ഡേറ്റ പെയറിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത് ഈ എത്ര ടൈം ഐറ്ററേറ്റ് ചെയ്യും എന്നുള്ളത്? അതെ അതെ, ടെസ്റ്റ് എത്ര ഇപ്പൊ റണ്ണിങ് 2 ടെസ്റ്റ് എന്നല്ലേ കാണിച്ചേ? അതെ. അതുപോലെ നമ്മൾ ഇനി ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ റണ്ണിങ് 3 ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ടൈറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ റൺ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ടിനകത്ത് ടെസ്റ്റ് ടൈറ്റിന് നോക്കുമ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. വിത്ത് പ്രൊഡക്റ്റ് നെയിമോടുകൂടി ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ശരിയാണ്, ബൈ. നടക്കാം. താങ്ക് യു.